പക്ഷേ ഈ ഒരു മോണിറ്ററി പോളിസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റേറ്റ് കട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മോണിറ്ററി പോളിസിയുടെ ഒരു എഫക്റ്റ് ഒരു സാധാരണ ഒരു പൗരന് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അത് ശരിയാണ്. ഇത്തവണ റിപ്പോ റേറ്റിൽ കുറവ് വരുത്താത്ത ഒരു സാഹചര്യത്തിൽ ഉടനെ തന്നെ ബാങ്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ കൂടുതലായിട്ടുള്ള ഒരു കുറവ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 100 ബേസിസ് പോയിന്റ്സിന്റെ കുറവിൽ ഇനിയും ട്രാൻസ്മിഷൻ നടക്കാത്തുള്ള കാര്യങ്ങൾക്ക് മാത്രമേ തവണകളിലും മറ്റു പലിശയിലൊക്കെ കുറവ് വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിലവിലുള്ള ലോണുകൾക്കാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന 100 ബേസിസ് പോയിന്റ്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ട്രാൻസ്മിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം തന്നെ പുതിയ ലോണുകൾക്ക് ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നേരത്തെ നിലവിലുള്ള റേറ്റുകൾക്ക് അനുസരിച്ച് ബാങ്കുകൾ റേറ്റ് കുറച്ച് കൊടുത്തേക്കാം. പക്ഷേ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ റീപ്പോ റേറ്റ് കുറച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു പലിശയുടെ ഒരു ബെനിഫിറ്റ്, അതിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു സഹായം ഈ പോളിസിയിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭ്യമാവുന്നില്ല. അതേസമയം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൂടുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചല്ലോ, ചില മെഷേഴ്സ് വഴിയെല്ലാം സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. GST കുറച്ചത് ഒരു മെഷറാണ്. അതുപോലെ തന്നെ CRR ഇനിയും കുറയ്ക്കാം, ഇനിയും അതിന്റെ ഇമ്പാക്ട് വരാൻ പോകുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 100 ബേസിസ് പോയിന്റ്സിന്റെ കൂടുതലായിട്ടുള്ള ട്രാൻസ്മിഷൻ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ലിക്വിഡിറ്റി സിസ്റ്റത്തിൽ വർദ്ധിക്കുമ്പോൾ ബാങ്കിങ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ബാങ്കുകളുടെ കയ്യിലോ കൂടുതൽ ഫണ്ട് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ ലോണുകൾ കുറഞ്ഞ റേറ്റിൽ കൊടുക്കും. കാരണം ഫണ്ട് ഐഡിലായിട്ടിരിക്കാൻ ബാങ്കുകൾ ആഗ്രഹിക്കുന്നില്ല. കുറഞ്ഞ റേറ്റിൽ ലോണുകൾ കൊടുക്കും. അപ്പോൾ അതും ഒരു കോമ്പറ്റീഷന്റെ ഒരു മത്സരത്തിന്റെ ഒരു കാര്യം കൂടിയാണ്. ബാങ്കുകൾ അതുകൊണ്ട് ബാങ്കുകളുടെ വായ്പയുടെ നിരക്ക് ഇപ്പോൾ കുറച്ചു കൊണ്ടുവരുന്ന ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റ് നിലവിലുണ്ട്. അതേസമയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിലും ആ ഒരു ചലഞ്ച് ഉണ്ട്. ഡെപ്പോസിറ്റിന്റെ പലിശ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക്, പ്രത്യേകിച്ചും സീനിയർ സിറ്റിസനൊക്കെ ബാങ്ക് പലിശ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ റിപ്പോ റേറ്റ് കുറയ്ക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം, പലിശ ആശ്രയിച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കുറവ് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ആ ഒരു പലിശയുടെ തീരുമാനങ്ങൾ സിസ്റ്റത്തിൽ വരുന്നതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ്, ഇന്നത്തെ റേറ്റ് അനുസരിച്ച് അതുകൊണ്ട് മാത്രം അഡീഷണൽ ആയിട്ടുള്ള ഒരു മെഷേഴ്സ് ഒന്നും സാധാരണക്കാർക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന മറ്റു 2 കാര്യങ്ങളുണ്ട്. ഇന്നത്തെ പോളിസി നമ്മൾ വിശകലനം ചെയ്യുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിൽ ഒരു കാര്യം, നമ്മളിപ്പോൾ ഈ ഡെപ്പോസിറ്റിന്, പ്രത്യേകിച്ച് ബാങ്കുകൾക്ക് നേരിട്ട് വഹിക്കുന്ന കാര്യങ്ങളാണ്. ഡെപ്പോസിറ്റിന് ഇപ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അത് എല്ലാ ബാങ്കുകളും ഇപ്പോൾ അതിന് 0.12% ആണ് അതിന്റെ പ്രീമിയം കൊടുക്കുന്നത്. അതായത് 100 രൂപയ്ക്ക് 12 പൈസ എന്നുള്ള രീതിയിലാണ് എല്ലാ ബാങ്കുകളും ഏത് ഡെപ്പോസിറ്റിനാണെങ്കിലും 5 ലക്ഷം വരെയുള്ള കവറാണ് ഉള്ളത്. അതിന് ബാങ്കുകൾ കൊടുക്കുന്ന പ്രീമിയം 100 രൂപയ്ക്ക് 12 പൈസയാണ്, 0.12% ആണ്. പക്ഷെ ഇപ്പോൾ ഇന്നത്തെ മോണിറ്ററി പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത്, നല്ല ബാങ്കുകളാണെങ്കിൽ പ്രീമിയം കുറച്ച് കൊടുത്താൽ മതി. അത് ബാങ്കിന്റെ റേറ്റിംഗ് അനുസരിച്ചാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൂപ്പർവിഷന്റെ റേറ്റ് അനുസരിച്ച്, മറ്റ് എക്സ്റ്റേണൽ ഏജൻസികളുടെ റേറ്റിംഗ് അനുസരിച്ചൊക്കെ നല്ല ബാങ്കുകളായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണെന്ന് റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ബാങ്കുകളാണെങ്കിൽ അവർ പ്രീമിയം കുറച്ച് കൊടുത്താൽ മതി. അത് ഇൻഷുറൻസിന്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ റിസ്ക് കുറവാണെങ്കിൽ പ്രീമിയം കുറവ് മതി എന്നുള്ളത് ഇൻഷുറൻസിന്റെ സ്വഭാവമാണ്. അത് ഡെപ്പോസിറ്റ് ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്കും കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് ഇത് ബാങ്ക് കൊടുക്കേണ്ട പ്രീമിയമാണ്, ഇത് എടുക്കുന്ന പ്രീമിയം അല്ല. ഈ 12 പൈസയ്ക്ക് പകരം ഇനി നല്ല ബാങ്കാണ്, റേറ്റിംഗ് നല്ലതാണ് എന്നുള്ളതെങ്കിൽ നിങ്ങൾ ഇനി മുതൽ 8 പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ 4 പൈസ ഈ ബാങ്കിന് സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ബാങ്ക് സേവ് ചെയ്യുന്ന ഈ 4 പൈസയിൽ നിന്ന് പലിശ കുറച്ചു കൊടുക്കാനും, ഈ ലോണുകൾക്ക് പലിശ കുറച്ചു കൊടുക്കാനും ബാങ്കുകൾക്ക് സാധിക്കും. അവരുടെ എക്സ്പെൻസ് കുറയുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളാണെങ്കിൽ, നല്ല റേറ്റിംഗ് കിട്ടുന്ന ബാങ്കുകൾക്കാണെങ്കിൽ പ്രീമിയം കുറച്ച് കൊണ്ടുവരാം എന്ന് പറയുന്ന തീരുമാനം, അത് തീർച്ചയായിട്ടും അത് ഇടപാടുകാരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അനുകൂലമായിട്ടുള്ള മറ്റൊരു തീരുമാനം എടുത്തിരിക്കുന്നത്, നേരത്തെ ഞാൻ ചോദിച്ചതിലേക്ക് തിരിച്ചു വന്നാൽ, നമ്മളിപ്പോൾ ഈ 0 ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറയുന്ന ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, BSBD, ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ അവർക്ക് ചില സംവിധാനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നു ഫ്രീ ആയിട്ട്, ചില കാര്യങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നില്ല. അവർക്ക് ഡിജിറ്റൽ ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങൾ കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ പോളിസിയിൽ
മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഡിജിറ്റൽ ഓൺലൈൻ സംവിധാനങ്ങളും കൂടെ ചാർജ് ഒന്നും ഈടാക്കാതെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു അഡീഷണൽ സംവിധാനം, സഹായം, സപ്പോർട്ട് സാധാരണ ഇടപാടുകാർക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ ഇടപാടുകാരുടെ മറ്റൊരാവശ്യമാണ് അവരുടെ പരാതികൾ കേൾക്കാനും അത് പരിഹരിച്ചു കൊടുക്കാനുമുള്ള ഒരു സംവിധാനം സിസ്റ്റത്തിൽ ഉണ്ടാവണമെന്നുള്ളത്. ഓൾറെഡി നിലവിലുള്ളതാണ്. എല്ലാ ബാങ്കുകളിലും ഇപ്പോൾ ഇന്റേണൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബാങ്കിങ് ഓംബുഡ്സ്മാൻ നിലവിലുണ്ട്. ഈ സംവിധാനങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെഷേഴ്സ് എല്ലാം ഇതിലുണ്ട് എന്ന് സാർ അഡീഷണൽ ആയിട്ട്. സർ, കൂടാതെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കുകൾക്കൊക്കെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലൊക്കെ ഇടപെടുന്നതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പല നിയമങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് കോർപ്പറേറ്റുകൾക്ക് തന്നെ ഒരു ലോൺ അഗെയിൻസ്റ്റ് ഷെയറും മറ്റൊക്കെ അനുവദിക്കുകയാണെങ്കിലും മറ്റൊക്കെ കൂടുതലായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഒക്കെ തന്നെ കോർപ്പറേറ്റുകളുടെ കയ്യിലും വരും. ഇത് മെർജേഴ്സ് ആയാലും അക്വിസിഷനായാലും ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നൽകും. ഈ ഒരു രീതിയിലേക്കുള്ള ഒരു മാറ്റത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് റിപ്പോ റേറ്റിനെ ബന്ധപ്പെട്ടിട്ട് അല്ലാതെ തന്നെയുള്ള വേറെ ഒരു ലിക്വിഡിറ്റി ക്രിയേഷൻ മെഷറായിട്ട് കൂടി മാറില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഷെയർ പർച്ചേസിങ്ങിന് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് ലെൻഡിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ ഇൻഡിവിജ്വൽസിന് വേണ്ടി ഷെയർ പർച്ചേസിന് വേണ്ടിയുള്ള ഒരു ലോൺ സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇപ്പോൾ നിലവിലില്ല. അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ടുകൂടിയായിരിക്കും അങ്ങനെ ഒരു കാര്യങ്ങൾ തീരുമാനത്തിൽ വരാത്തത്. അതേസമയം നിഖിൽ സൂചിപ്പിച്ച അതായത് അക്വിസിഷനിലേക്ക് വേണ്ടി വരുന്ന ഫണ്ടിങ് ഇപ്പോൾ നടത്താം എന്നുള്ളൊരു തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ കൊണ്ടുവരാനും ലിക്വിഡിറ്റി കൂടുതലായിട്ട് അവൈലബിൾ ആക്കാനും ബാങ്കുകൾക്ക് ആ രീതിയിലുള്ള ഒരു എക്സ്പോഷർ എടുക്കാനും ക്രെഡിറ്റ് ഗ്രോത്ത് കൊണ്ടുവരാനും അതുപോലെയുള്ള കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ സിസ്റ്റത്തിൽ കൊണ്ടുവരാനും എല്ലാം സാധിക്കും അക്വിസിഷന്റെ കാര്യത്തിലുള്ള അഡീഷണൽ ആയിട്ട് തീരുമാനം വന്നതുപോലെ. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റുകൾക്ക് ഷെയർ വാങ്ങാനുള്ള ലെൻഡിങ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ഇപ്പോഴും അത് എത്തിയിട്ടില്ല. അത് റിസർവ് ബാങ്ക് യുക്തമായ സമയത്ത് അതിനെക്കുറിച്ച് ഡെലിബറേറ്റ് ചെയ്തിട്ടൊക്കെ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെതായിട്ടുള്ള കൂടുതൽ വെല്ലുവിളികളും ചലഞ്ചസും ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുക്കാത്തത്. താങ്ക് യു സോ മച്ച് ബാബു സാർ, നമ്മളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവിട്ടതിനും മോണിറ്ററി പോളിസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആഴത്തിലുള്ള ഒരു അവലോകനം നടത്താനും നമ്മളെ കൂടെ ഉണ്ടായതിന് നന്ദി പറയുന്നു. നിലവിലെ ഒരു വിപണി കൂടി പരിശോധിക്കുകയാണെങ്കിൽ